നമ്മൾ കഞ്ഞിയൊക്കെ പഠിക്കുമ്പം കഞ്ഞിവെള്ളം കളയാതിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ചോറിന് നല്ലൊരു അടിപൊളി കറി റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നല്ലൊരു മീൻ പൊരിച്ചിൻ്റെ കൂട്ടത്തിലോ അതല്ലെങ്കിൽ മുട്ട പൊരിച്ചിൻ്റെ അതല്ലെങ്കിൽ നല്ല ഇറച്ചി പൊരിച്ചിൻ്റെ ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റും അടിപൊളി കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. അത് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കട്ടെ. ഇത് മിക്ക ആളുകൾ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ അറിയില്ലാത്തവർക്കാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുപോലെ നല്ല കൊഴുത്ത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഉണ്ടാക്കി നോക്കിക്കോ. അപ്പോൾ അതിനായിട്ടുണ്ടല്ലോ ഒരു 5-6 ചുവന്നുള്ളി ഉണ്ടല്ലോ. 5-6 ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് നീളത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കുനുകുന അരിയത്തില്ല, നമ്മൾ ഈ കൂട്ടാൻ താളിക്കാൻ എടുക്കുന്ന പോലെ അതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 സവാള കേട്ടോ, ഒരു പകുതിയോളം സവാളയും അരിഞ്ഞെടുത്ത് വയ്ക്കുക. ഇനി നമുക്കുണ്ടല്ലോ ഒരു വാളല്ല, ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളിയും പിന്നെ ഉണ്ടല്ലോ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കൂടിയിട്ട് അരിഞ്ഞ് അത് മാറ്റി വയ്ക്കണേ. ഇനി നമുക്ക് ചട്ടിയിലേക്ക് ഇതുപോലെ ഒരു നുള്ള കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം കറിവേപ്പ് ഇട്ടാം കേട്ടോ. ഇനി നമുക്ക് ആ ചുവന്നുള്ളി സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് ഇതുപോലെ നിങ്ങളുടെ വയറ്റി കൊടുക്കാം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് വയന്ന് വരുമ്പം നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് മസാല കൂട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്ന് കുഞ്ഞിതായിട്ടൊന്ന് വയന്ന് വരട്ടെ കേട്ടോ. ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിയുമ്പം ഒരു 1-1.5 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് 1 സ്പൂണോളം മുളക് പൊടി കേട്ടോ. 1 സ്പൂണോളം മുളക് പൊടിയും ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറുതായിട്ടെന്ന് പറയുമ്പം ആ ഒരു മല്ലിക്കുത്തൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ ഒന്ന് വറന്ന് ശരിക്കും ഒരു കുത്തൊക്കെ പോയിട്ട് വറന്ന് കിട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. വറുത്ത് കൊടുത്ത് കഴിയുമ്പം നമ്മൾ അവിടെ എടുത്ത് വെച്ചേക്കുന്ന ഒരു പഴുത്ത തക്കാളി ഉണ്ടായിരുന്നില്ലേ, ആ പഴുത്ത തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് കുനുവിനരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് വയന്ന് വന്നു കഴിയുമ്പം നമ്മളവിടെ എടുത്ത് വെച്ചേക്കുന്ന നല്ല കൊഴുത്ത കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അടിപൊളി കറിയാണ്, ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാട്ടോ. വെറുതെ പള്ളക്കളിന്ന് കഞ്ഞിവെള്ളം വെച്ചിട്ട് ഇത്ര ടേസ്റ്റിലൊരു കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് സ്വപ്നത്തിൽ പോലും ഓർത്തിട്ട് കേട്ടോ. കാരണം ഞാൻ ഇത് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചാളപൊരിച്ചിൻ്റെ ഒക്കെ കൂടുതൽ സൂപ്പറാട്ടോ ഈ ഒരു കറി. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ കറിക്ക് നല്ലൊരു പുളി കിട്ടാനായിട്ടുണ്ടല്ലോ, നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന പുളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ നമുക്ക് കുതിർന്ന് കിട്ടും കേട്ടോ. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ നീരുണ്ടല്ലോ നമുക്ക് ആ ഒരു കറിയിലേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ. ഈ ഒരു കറി ഒരു കുറച്ച് നേരം നമ്മളിപ്പോൾ വൈകുന്നേരം എടുക്കുമ്പോഴത്തേക്കും ഒന്നും കൂടെ സെറ്റായിട്ട് ഒന്നും കൂടെ കുറുകി വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഒന്നും കൂടി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഫ്ലേവറും കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇച്ചിരി കൂടെ ഒന്ന് സെറ്റായി കഴിയുമ്പോൾ കേട്ടോ. ഒന്ന് ആവശ്യം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെക്കാം. ഒരു 5 മിനിറ്റ് നേരം തിളപ്പിക്കാം കേട്ടോ. രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീട്ടിലുള്ള അമ്മമാർക്ക് എളുപ്പമായിട്ട് ഇതിങ്ങനെ കറി ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ചോറ് അടിച്ച് കഴിയുമ്പോൾ എന്തായാലും കഞ്ഞോളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ചെറിയൊരു മീൻ പൊരിച്ചതോ മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് കേട്ടോ. നല്ല അടിപൊളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രസമൊക്കെ കഴിക്കത്തില്ലേ, അതിലും കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ നല്ല കൊഴുപ്പും കിട്ടും. ഇനി നിങ്ങൾക്കുണ്ടല്ലോ ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു സാമ്പാറിൻ്റെ പൗഡർ ഉണ്ടല്ലോ, സാമ്പാർ പൊടി, അതിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെറിയൊരു സാമ്പാറിൻ്റെ ഫ്ലേവർ കിട്ടും. അപ്പം നല്ലതാണ്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പാർ പൊടി വീട്ടിലില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഇടണ്ട. ഇത്രയും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു സ്പൂണോളം സാമ്പാറിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പം ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. തീ അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ. തിളച്ചല്ലോ. ഇനി ഉണ്ടല്ലോ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കായപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ കറിക്ക് അപ്പാര ടേസ്റ്റും അപ്പാര മണമായിരിക്കും. ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിളപ്പിക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ നല്ല ചൂട് ചോറിനകത്തേക്ക് നല്ല മീൻ പൊരിച്ചതോ നല്ല മത്തി ചാള പൊരിച്ചതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ് ഇത്. മുട്ട പൊരിച്ചതിൻ്റെ കൂട്ടത്തിൽ അടിപൊളിയാണ്. ചിക്കൻ ഫ്രൈയുടെ കൂട്ടത്തിലൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. അപ്പം നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തവരാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോ കാണാവേ.